ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഫേസ്ബുക്ക് വഴി എങ്ങനെയാണ് ഒരു പേജ് ലൈക്ക് ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളത്. പേജ് ലൈക്ക് ക്യാമ്പയിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ നമുക്ക് ഒറ്റ ഫോളോവേഴ്സ് ഇല്ല, ഒറ്റ ലൈക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് കയറാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ ആൾക്കാർ അവരുടെ നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അത്യാവശ്യം ഫോളോവേഴ്സും വേണം, അത്യാവശ്യം ലൈക്കും വേണം. അത് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ ആഡ്സ് മാനേജർ, അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെൻറ്റ്, ലീഡ്, ആപ്പ് പ്രൊമോഷൻ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അതിനകത്ത് നമ്മൾ എൻഗേജ്മെൻറ്റ് എടുക്കാം. മോർ എൻഗേജ്മെൻറ്റിൽ 2 ഓപ്ഷൻ ഉണ്ട്: ടൈലർ മെസ്സേജ് ക്യാമ്പയിനും മാനുവൽ എൻഗേജും. ഞാനിവിടെ മാനുവൽ എടുത്തേക്കണേ. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം ക്യാമ്പയിൻ നെയിം സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്യാമ്പയിൻ നെയിം സെറ്റ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ക്ലയൻറ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബില്ലും കാര്യങ്ങളും വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പേജിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്യാമ്പയിൻ എടുത്ത് നോക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ക്യാമ്പയിൻ നെയിം നമ്മൾ സെറ്റ് ചെയ്യണത്. ഇനി അതിന് ശേഷം നമുക്ക് കാണാം ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ്. നമ്മൾ സെലക്ട് ചെയ്ത പേജിലേക്ക് ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് നോക്കി എൻഗേജ്മെൻ്റ് എടുത്തു, പോസ്റ്റ് എൻഗേജ്മെൻ്റ് എടുത്തു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ആഡ് സെറ്റ് നെയിം. അതിനകത്ത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് നമ്മൾ ചൂസ് ചെയ്യുക. മെസ്സേജ് ആണോ, നമ്മുടെ ആഡ് മാത്രം പ്രൊമോട്ട് ചെയ്യാനാണോ, അത് വെബ്സൈറ്റ് ആണോ, കോളാണോ, ആപ്പാണോ. ഫേസ്ബുക്ക് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിന് നല്ല രീതിയിൽ ഫോളോവേഴ്സും ലൈക്കും കയറും. അതിനുശേഷം നമ്മുടെ പേജ് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിൻ്റെ ചൂസ് ചെയ്യാം. അതിനുശേഷം താഴേക്ക് വന്നു കഴിയുമ്പോൾ ബഡ്ജറ്റ്. നമ്മൾ നേരത്തെ വീഡിയോ പറഞ്ഞ മാതിരി നമ്മൾ ഡെയിലി ബഡ്ജറ്റും ലൈഫ് ടൈം ബഡ്ജറ്റും തമ്മിൽ രണ്ടും വ്യത്യാസം. ഡെയിലി ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം എത്ര സ്പെൻഡ് ചെയ്യാമെന്നുള്ളത്. മറ്റേ ലൈഫ് ടൈം ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് എത്ര ദിവസത്തേക്കാണ്, 1 വീക്കിലേക്കാണെന്നുണ്ടെങ്കിൽ ആ 1 വീക്കിലേക്കുള്ള ക്യാമ്പയിൻ്റെ സംഭവം ചെയ്യാനുള്ളതാണ് ലൈഫ് ടൈം. ഞാനിവിടെ കൊടുക്കുന്നത് ലൈഫ് ടൈം. അതിനുശേഷം റേഞ്ച് എന്ന് മുതൽ എന്ന് വരെ അത് നമ്മൾ സെലക്ട് ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ 1 ഡേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി 1 ഡേ ഞാൻ ചെയ്തേക്കാം. 10 രൂപയ്ക്ക് 1 ഡേ. അതിനുശേഷം ഓഡിയൻസ് ആൻഡ് അഡ്വാൻറ്റേജ്, അതൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. നല്ല നമ്മുടെ നീഡ്സിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സിനെ സോർട്ട് ഔട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതിനകത്ത് താഴെ പ്ലേസ്മെൻറ്റ്. അതിപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് പേജ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിന് മാത്രമേ കാണിക്കുകയുള്ളൂ. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റിനാണ് ലൈക്കും കാര്യങ്ങളും കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെസ്സഞ്ചർ ഓഫ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഓഫ് ചെയ്യുക. അപ്പോൾ ഫേസ്ബുക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ആഡ് നെയിം സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകണേ. അവിടെ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ നെയിം ചേഞ്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് ഏത് പോസ്റ്റ് വെച്ചിട്ടാണോ നമ്മുടെ പേജിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഞാനിപ്പോൾ ലാസ്റ്റ് ഇട്ടേക്കണ പോസ്റ്റ് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, അത് ചൂസ് ചെയ്തതിന് ശേഷം ഡൺ കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം നമ്മുടെ ഒരു ഇൻ്റർഫേസ്, നമ്മുടെ ക്യാമ്പയിൻ എങ്ങനെയായിരിക്കും ആൾക്കാർ കാണുക എന്നുള്ളതിൻ്റെ ഒരു ഇൻ്റർഫേസ് സൈഡിൽ കാണാം. അതിനുശേഷം പ്രൈമറി ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു പ്രൈമറി ടെക്സ്റ്റ് ആഡ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് കുറച്ച് അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് കുറച്ച് ജനറേറ്റ് ചെയ്യും. അതിനകത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ചൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയായാലും ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഇപ്പം ഞാനൊരു ഹെഡ്ലൈൻ ചൂസ് ചെയ്തു. കാരണം ഹെഡ്ലൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഒരു വ്യക്തി വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ പോസ്റ്റ് എന്തിനാണ് റിലേറ്റ് ചെയ്തോളാമെന്ന് അവർക്ക് മനസ്സിലാവാൻ ഒരു മെത്തേഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കണ്ടൻറ് ഈസ് ദ കിങ്. ഏത് ക്യാമ്പയിൻ എന്തോ ആയിക്കോട്ടെ, കണ്ടൻറ്റാണ് കിങ്. സോ നമ്മളിടുന്ന ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം.
ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന ക്യാമ്പയിൻ വെറും വേസ്റ്റ് മീൻസ് വെറും വേസ്റ്റ് ആവത്തുള്ളൂ. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. കണ്ടൻറ്റ് എപ്പോഴും കിങ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കിങ് എന്ന് പറയുന്നത് കണ്ടൻറ്റാണ്. സോ ഇപ്പോൾ ഞാൻ അതൊക്കെയും ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് കുറച്ചും കൂടി ട്രാഫിക് കിട്ടും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല. ഇതിപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്യണത്, ക്യാമ്പയിൻ ചെയ്ത് പബ്ലിഷ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ആഡായി. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമേജും കാര്യങ്ങളൊക്കെയും പ്രിവ്യൂസ് പോലെ നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. അതിനുശേഷം താഴെ കാണുന്ന പബ്ലിഷിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പയിൻ പബ്ലിഷായി. ഒരു 10 മിനിറ്റോ 15 മിനിറ്റിനുള്ളിലോ നമ്മുടെ ക്യാമ്പയിൻ റിവ്യൂ പോയേക്കണത് ആക്റ്റീവ് ആവുകയും ചെയ്യും. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ക്യാമ്പയിൻ. വളരെ സിമ്പിളാവും. എല്ലാവരും പറയുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര ഇതാണ്, പാടാണ്, അതാണ് ഇതാണ്. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ സിമ്പിളാണ്. ഏത് ഫോൺ യൂസ് ചെയ്യാൻ, മൾട്ടിമീഡിയ യൂസ് ചെയ്യണം ഏതൊരു ചെറിയ കൊച്ചിനും ഇതൊരു 2 ദിവസം ഇതിനെപ്പറ്റി ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി പഠിക്കും. ഇംഗ്ലീഷും കുറച്ച് വായിക്കാനറിയാം. ഇതിനെപ്പറ്റി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഡിജിറ്റൽ മാർക്കറ്റർ ആകും. സംഭവം അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ മീൻസ് വളരെ സിമ്പിളാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യണതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കമൻറ്റ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്തോ. വിത്തിൻ 24 അവർ ഉണ്ട്, വിത്തിൻ 1 or 2 അവറിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് റെസ്പോണ്ട് തരുന്നതായിരിക്കും. സോ താങ്ക് യു ഗൈസ്.